വിതയ്ക്കുന്നവന്റെ ഉപമ നൽകുന്ന പാഠം. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നാം ചെവിയുള്ളവരാണെങ്കിൽ കേൾപ്പാൻ ഇതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഉപമയൊന്ന് പരിശോധിക്കാം. ഇവിടെ 4 തരം സ്ഥലങ്ങൾ: വഴിയരികെയുള്ള സ്ഥലം, പാറസ്ഥലം, മുള്ളിനിടയിൽ വീണ വിത്തിന്റെ സ്ഥലം, നല്ല നിലം. ഇത് മറ്റൊന്നുമല്ല, സുവിശേഷത്തോടുള്ള 4 തരം പ്രതികരണങ്ങളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്നും വഴിയരികെ ക്രിസ്ത്യാനിയുണ്ട്, പാറസ്ഥലത്ത് ആയിരിക്കുന്ന ക്രൈസ്തവികതയുണ്ട്, മുള്ളിനിടയിൽ വീണ വിത്തിനെ പോലെ അവിടെ ജീവിക്കുന്നവരുണ്ട്, നല്ല നിലം പ്രതിനിധീകരിക്കുന്ന ഏറെ നല്ല വിശ്വാസ ജീവിതത്തിന് ഉടമകളായ സാക്ഷ്യമുള്ളവർ, പൂർണ്ണമായി ഫലം നൽകുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. നാം വീണ്ടും ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വഴിയരികിനെ പ്രതിദാനം ചെയ്യുന്നവർ അവർ ഒരിക്കലും സഭയിൽ ഉണ്ടാകണമെന്നില്ല. ഇല്ല, അവർ സഭയിൽ ഉണ്ടാകുകയില്ല. കാരണം സുവിശേഷത്തിൻ്റെ വിത്ത് വീണ മാത്രയിൽ പറവ അത് കൊത്തിക്കൊണ്ട് പോയി. ലൂക്കോസിന്റെ സുവിശേഷം 8:12 കർത്താവ് തന്നെ ഒരു കാര്യം വ്യക്തമാക്കി. അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. എന്നാൽ പിന്നെ അങ്ങനെയുള്ളവരെ നാം ഒരിക്കലും സഭയിൽ തിരയേണ്ടതില്ലല്ലോ. നിങ്ങൾ ഈ വിഷയം സശ്രദ്ധം പഠിക്കണം. അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവർ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവിടെ ഈ ഉപമ വ്യാഖ്യാനിച്ചപ്പോൾ ഈ പറവയെ പിശാച് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തലയുടെ മീതെ ഇപ്രകാരം പറക്കുന്ന പറവകൾ വചനം എടുത്തുകൊണ്ട് പോകുന്ന, വചനം അതിൻ്റെ ഫലം കൊടുക്കുവാൻ കഴിയാതെ വചനത്തെ മോഷ്ടിച്ച് കളയുന്ന, നാം വിശ്വസിക്കാതിരിക്കുവാൻ കാരണമായി തീരുന്ന, നാം രക്ഷിക്കപ്പെടരുത് എന്നുള്ള ചിന്തയിൽ വചനത്തെ അപഹരിക്കുന്ന പറവകൾ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ പ്രഭാത സന്ദേശം സഹായകരമായി തീരും. രണ്ടാമത്തെ കൂട്ടർ പാറസ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അവർ എല്ലാവരും സുവിശേഷത്തോട് വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. ക്ഷണത്തിൽ മുളച്ചു വരും, പക്ഷേ അവിടുത്തെ മണ്ണിന് താഴ്ചയില്ല, വേരില്ല. വേഗത്തിൽ മുളച്ചു വന്നതുപോലെ അത് വേഗത്തിൽ ഉണങ്ങിപ്പോകുകയും ചെയ്യും. സൂര്യൻ ഉദിക്കുന്നു, ശക്തമായി സൂര്യന്റെ ചൂട് കഠിനപ്പെടുന്നു. ബൈബിൾ പറയുന്നു, പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങി ലോകത്തിലേക്ക് തന്നെ മടങ്ങി. ലൂക്കോസ് 8:13. അവരെ പിന്നെ ആ സ്ഥലത്ത് നാം തിരഞ്ഞാൽ അവിടെ കാണുകയില്ല. അവർ ഒരിക്കലും പിന്നെ ആ സ്ഥാനത്ത് തുടരുകയില്ല. പ്രിയമുള്ളവരെ, ആദ്യത്തെ കൂട്ടർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഇവർ പിന്മാറ്റക്കാരാണ്. ഇവരും സഭയിൽ കാണുകയില്ല. നാം ഈ നിലയിൽ ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ കൂട്ടരും മുള്ളിനിടയിൽ വീണു വിത്തിനെ പ്രതിദാനം ചെയ്യുന്നവർ ആത്മീയ ലോകത്ത് അല്ലെങ്കിൽ സഭയിൽ കാണുകയില്ല എന്ന് നാം വിചാരിക്കും. കാരണം മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളയുന്നു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ ആ ചെടി നശിച്ചു പോയില്ല. മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞെങ്കിലും അത് ഇല്ലാതായില്ല. അത് ആ സ്ഥാനത്തുണ്ടെന്ന് നമുക്ക് കാണാം. പിന്നെ അവരുടെ പ്രശ്നം എന്താണ്? അവർ ഫലം കൊടുക്കുകയില്ല, നിഷ്ഫലർ എന്ന് മാത്രമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത്. ലൂക്കോസ് അവരെ കുറിച്ച് പറയുമ്പോൾ അവർ പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരാണ്. 8:14 ആ ഭാഗം വിശദമാക്കുമ്പോൾ നിഷ്ഫലർ, അൺഫ്രൂട്ട്ഫുൾ, പൂർണ്ണമായി ഫലം കൊടുക്കുന്നില്ല, നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി എന്നിവയാണ് അവർക്കെതിരെയുള്ള കുറ്റം. നിഷ്ഫലരാണെങ്കിലും പൂർണ്ണമായി ഫലം കൊടുക്കാതെ ഉള്ളവരാണെങ്കിലും അവർ അവിടെയുണ്ട്. അവർ ഇല്ലായ്മയായി പോയിട്ടില്ല. ഒരുപക്ഷെ സഭയിൽ അവരുടെ സ്ഥാനവും മാനവും പദവിയും അംഗീകാരവും ഉള്ളവരായിരിക്കാം. പക്ഷെ ഒരിക്കലും അവരിൽ നിന്ന് ആത്മീയ ജീവിതത്തിന് ഫലം പൂർണ്ണമായി ലഭിക്കുകയും. നാലാമത്തെ കൂട്ടർ നല്ല ഫലം. അതിന് കാരണം നല്ല നിലം. തീർച്ചയായും അവർ 30, 60, 100 മേനിയായി ഫലം നൽകുന്നു. അവർ സജീവമായി ആത്മീയതയിൽ, സഭയിൽ, ശുശ്രൂഷകളിൽ, തികവിൽ, പൂർണ്ണതയിൽ നിലനിൽക്കുന്നവർ.
ചുരുക്കത്തിൽ വിതയ്ക്കുന്നവന്റെ ഉപമ സംബന്ധിച്ച് വിശ്വാസികൾക്ക് പ്രസക്തമായ ഒരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്: നാം രക്ഷിക്കപ്പെട്ടവരും പിന്മാറിപ്പോകാതെ സഭയിൽ എപ്പോഴും നിൽക്കുന്നവരുമാകാം. പക്ഷെ അതിന്റെ അർത്ഥം നാം എല്ലാവരും നല്ല നിലം ആണെന്നല്ല. നാം ഒരു പക്ഷേ ഉള്ളിനിടയിൽ ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാതെ നിൽക്കുന്നവരാകാം. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ഞെരുങ്ങിയ നിലനിൽപ്പല്ല. മുള്ളുകൾ പറിച്ചു കളഞ്ഞ് നല്ല നിലമായി 30, 60, 100 മേനിയായി ഫലം കൊടുക്കുന്നവരായി നാം മാറുമ്പോഴാണ് അത് യജമാനന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. യജമാനനെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ അനുവദിക്കാതെ ഒരുവനെ ഞെരുക്കുന്ന മുള്ളുകൾ എന്തെല്ലാമാണെന്ന് കർത്താവ് ഈ ഉപമയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാഠങ്ങൾ തുറന്നു പഠിക്കാം. നമ്മുടെ വിശ്വാസ്യത പരിപോഷിപ്പിക്കുവാൻ, സവിശേഷമായ ആത്മീയ അനുഭവങ്ങളിൽ നിലനിൽക്കുവാൻ ഈ ദൂതുകൾ നമ്മെ സഹായിക്കും. ഫലകരമായ ഒരു വിശ്വാസ ജീവിതത്തിന് ഈ സന്ദേശങ്ങൾ കാരണമായി തീരും. അവിടെ 30, 60, 100 മേനി വിളവുകൾ നമുക്കുണ്ടാകും. അങ്ങനെ സമ്പൂർണമായ ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഈ സന്ദേശം ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.